ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മഹാനിയോഗം ഒരു വിശകലനം എന്ന തലക്കെട്ടിൽ ചില ആമുഖ സത്യങ്ങൾ ചിന്തിക്കുകയായിരുന്നുവല്ലോ. നമ്മുടെ കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കൽപ്പനകളാണ് നാം ഈ പാഠത്തിൽ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ കൽപ്പനകളുടെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സത്യം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ കൽപ്പനകൾ വളരെ കൃത്യമായി അനുസരിക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മഹാനിയോഗത്തിൽ മാത്രമല്ല, അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുസരിക്കേണ്ട ധാരാളം കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകളോടുള്ള അനുസരണം അതിൻ്റെ കൃത്യതയിൽ പാലിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നാം ഓരോ കർത്തൃദിവസത്തിലും കർത്തൃമേശ ആചരിക്കുമ്പോൾ കർത്താവ് തന്നിട്ടുള്ള കൽപ്പനയോടുള്ള അനുസരണമാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉപദേശം ദൈവാത്മാവ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ അതിൻ്റെ കൃത്യതയിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് അയോഗ്യമായ ആചരണമാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ദൈവാത്മാവ് നൽകുമ്പോഴും അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും കൃത്യമായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ മഹാനിയോഗത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും അത് കൃത്യമായി ആചരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൃത്യമായ അനുസരണത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയൊരു ആളുടെ മുന്നറിയിപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആരാണത്? ഇസ്രയേലിലെ ആദ്യ രാജാവായ ശൗൽ ദൈവം കൊടുത്ത കൽപ്പനയിൽ നിന്ന്, അതിൻ്റെ കൃത്യതയിൽ നിന്ന് വ്യതിചലിച്ചു. ശൗൽ തന്നെ പിന്നെ പറയുന്നത്, ഞാൻ നിൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ദൈവം പറയുന്നത് ശൗൽ അങ്ങനെ കൃത്യമായി അനുസരിച്ചില്ല എന്നുള്ളതായ ആ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നിന്ന് ആ ചരിത്രം ഒന്ന് വായിച്ചുകൊണ്ട് വരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ വായിച്ചു കാണുമായിരിക്കും എന്ന് കരുതുന്നു. അവിടെ ദൈവത്തിന് വലിയ വേദനയായി. കാരണം ദൈവം വളരെ അസാധാരണമായ ദൈവകൃപയിൽ ആക്കിയ സ്ഥാനത്തിരിക്കുന്ന ശൗൽ കർത്താവിനെ അനുസരിക്കുന്നതിൽ വളരെ അലസമായ മനോഭാവം പുലർത്തി എന്നുള്ളത് ദൈവത്തിന് ദുഃഖമായി എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവ് നൽകിയ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ അത് അതിൻ്റെ കൃത്യതയിൽ അനുസരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മമായിട്ടും ഉറപ്പുവരുത്തത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിലും ഈ ആഴ്ച പലവട്ടം ഞാൻ ആ വാക്യം ഓർക്കാനും അത് ഭയത്തോടെ ഉൾക്കൊള്ളുന്നതിനും മുഖാന്തരമായിട്ട് തീർന്നിരുന്നു. ആ വാക്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം എന്ന് കരുതുന്നു. 1 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ
11-ാമത്തെ വാക്യം. ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപം ആയിരുന്നു. അവൻ എന്നെ വിട്ട് മാറിയിരിക്കുന്നു. എൻ്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിൽ സൗമ്യലിനെ വ്യസനമാണ്. അപ്പോൾ അവിടെ നാം കാണുന്ന വളരെ ഗൗരവതരമായൊരു സത്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി എടുത്തു പറയത്തക്കവണ്ണം പ്രേരണയായി തീർന്നത് ഈ ആഴ്ചയിൽ പലവട്ടം ഈ വാക്യം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ദൈവവും ശമൂവേലുമായിട്ടുള്ള ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ബന്ധം ഈ വാക്യത്തിൽ നാം കാണുന്നതായൊരു മാതൃകയാണ്. ദൈവത്തിൻ്റെ വേദന ആരോട് പറയുകയാണ്? ശമൂവേലിനോട് പറയുകയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്? നമ്മുടെ വേദനകൾ ദൈവത്തോട് പറയും. നമ്മുടെ ഭാരം ദൈവത്തിങ്കൽ ഇറക്കി വയ്ക്കും. അങ്ങനെ ഇറക്കി വയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കാനുള്ളതായ വലിയ സാവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നാം ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയൊരു പദവിയാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ദൈവത്തിന് മനസ്താപമായൊരു കാര്യം ദൈവം ശമൂവേലിനോട് പറയുകയാണ്. അപ്പോൾ ഈ ബന്ധം ഏറെ ഹൃദ്യമായിട്ടുള്ളതായ ബന്ധമാണ്. ദൈവത്തിൻ്റെ വേദന ശമൂവേലിനോട് പങ്കിടുന്നു എന്നുള്ളത് നാം കാണുകയാണ്. ദൈവം അങ്ങനെ പങ്കിടുന്നതിനൊരു കാരണമുണ്ട്. കാരണം ദൈവം ആക്കിയ ഈ പ്രവാചകൻ വളരെ ദുഃഖിതനാണ് എന്ന് ദൈവത്തിനറിയാം. കാരണം ശൗൽ തെറ്റിപ്പോകുമ്പോൾ മനുഷ്യരിൽ ഏറ്റവും വ്യസനിക്കുന്നതാരാണ്? ശമൂവേലാണ്. അത് ദൈവത്തിന് നന്നായിട്ടറിയാം. അപ്പം അതുകൊണ്ട് ശമൂവേലിൻ്റെ ദുഃഖം പങ്കിടുന്നതിനും കൂടിയാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിക്കാവുന്നതാണ്. ആദ്യം ഇസ്രായേൽ മക്കൾ രാജാവിനെ ചോദിച്ചപ്പോൾ തന്നെ ശമൂവേലിനത് അനിഷ്ടമായി തീർന്നു. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറയുന്നുണ്ട്, നിന്നെയല്ല അവർ തള്ളിയത്, പിന്നെ എന്നെയാണ് തള്ളിയത്. അപ്പം അതുകൊണ്ട് നീ അതിലൊത്തിരി ഭാരപ്പെടേണ്ടതില്ല എന്ന് ശമൂവേലിനെ ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ആഴ്ചയിലൊക്കെ പലവട്ടം ഓർത്തൊരു കാര്യം, നമുക്ക് ദൈവത്തോട് ഇങ്ങനെ ഹൃദ്യമായൊരു ബന്ധം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് ആ ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ശൗൽ ദൈവത്തിൻ്റെ കൽപ്പനയെ വളരെ ഖണ്ഡിതമായിട്ടും അനാദരിച്ചു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അനുസരണത്തിൻ്റെ മഹത്വം നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അനുസരണത്തിൻ്റെ മഹത്വം നമ്മൾ പറയാൻ ആഗ്രഹിച്ചാൽ ഈ പശ്ചാത്തലത്തിലുള്ള 2 വാക്യങ്ങളാണ് സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് ആ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്, എങ്കിലും അതൊന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹോമയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുക്കാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ വാക്യത്തിൽ 22-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായിട്ടുള്ളതായൊരു വാക്യമാണ്. ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നമുക്കെപ്പോഴും മനസ്സിൽ ഈ വാക്യം സൂക്ഷിക്കാനായിട്ട് കഴിയണം. നമ്മൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ അതെത്ര ഗൗരവമായിട്ടാണ് ദൈവം കാണുന്നത് എന്നുള്ളതും, അനുസരണമാണ് ഏറ്റവും
മഹത്തരമായിട്ടുള്ളത് എന്നുള്ളതുമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഈ ചരിത്രത്തിൽ നാം കാണുന്നൊരു വളരെ മനോഹരമായൊരു സത്യം, ശൗലിൻ്റെ അനുസരണക്കേടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നത്. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഓർമ്മയിൽ വരികയാണ്. നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന വളരെ മനോഹരമായ പരിചയമുള്ളതായ ഒരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിട്ട് തീരും. ഈ രണ്ടാമത്തെ വാചകം ദൈവം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഹോഫ്നിയുടെയും ഫിനെഹാസിൻ്റെയും വളരെ സങ്കടകരമായ ജീവിതത്തെ കണ്ടാണ് അങ്ങനെയൊരു വാചകം പറയുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഇവിടെയും ശൗലിൻ്റെ അനുസരണക്കേടിൻ്റെ പശ്ചാത്തലത്തിൽ അനുസരണത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായിട്ടും വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഏറ്റവും കൃത്യമായിട്ടുള്ള അനുസരണം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾക്ക് ഒത്തിരി ചിന്തിച്ചിട്ടൊരു വാക്യം ഇവിടെ ഞാൻ ചേർത്ത് പറയുകയാണ്. മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കർത്താവ് തന്നുള്ള ഈ മഹാനിയോഗം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്ന ഈ മഹാനിയോഗത്തിലുള്ള കൽപ്പനകൾ അതിൻ്റെ കൃത്യതയിൽ ആചരിച്ച് കൽപ്പന തന്നവനെ പ്രസാദിപ്പിക്കേണ്ടതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇവിടെ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേസിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ശൗൽ അനുസരണക്കേട് കാണിച്ച് പുഷ്ടിയുള്ള ആടുകളെയും മാടുകളെയും ഒക്കെ ദൈവത്തിനായി യാഗം കഴിക്കാനെന്നുള്ളതായ വിശദീകരണത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ശമൂവേൽ പറയുകയാണ്, ഈ യാഗം കഴിക്കുന്നതൊന്നുമല്ല കൂടുതൽ പ്രധാനം, പിന്നെയോ ദൈവത്തെ അനുസരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളോട് ഏറ്റവും കൃത്യമായ അനുസരണം സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. 23-ാം വാക്യം കൂടെ നമ്മൾ ചേർത്ത് വായിച്ചതിന് ഒരു കാരണം ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന 2 പാപങ്ങൾ തിരുവെഴുത്തിൽ ധാരാളം പറഞ്ഞിരിക്കുന്നതായ പാപങ്ങളാണ്. മത്സരം, ഇപ്പോൾ ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ഇത് നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ മത്സരം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പാപമല്ലെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മത്സരം ആഭിചാര ദോഷം പോലെയാണ്. അപ്പോൾ ആഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ ഗുരുതരമായിട്ടുള്ളതായ പാപമാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ശൗൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ശൗൽ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തോട് മത്സരിക്കുകയായിരുന്നു. ദൈവത്തോട് മത്സരിച്ചു എന്നുള്ള കാര്യം ഓർമ്മയിൽ വരുമ്പോൾ വേദപുസ്തകത്തിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ആളാരാണ്? കോരഹിനെയല്ല നമ്മൾ മത്സരിയായിട്ട് കാണുന്നത്, ഇല്ലേ? കോരഹിൻ്റെ മത്സരം എന്നൊരു പ്രയോഗം നമുക്ക് യൂദയുടെ ലേഖനത്തിൽ കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ കോരഹ് ദൈവം ഏർപ്പെടുത്തിയ പൗരോഹിത്യത്തിനെതിരെ മത്സരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വാക്യം അവിടെ നിന്ന് വായിക്കാം. കോരഹ് അങ്ങനെ മത്സരിച്ച് നിൽക്കുമ്പോൾ വളരെ കഠിനമായൊരനുസരണക്കേട് കോരഹിൽ നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അതിന് അവർ, ഞങ്ങൾ വരികയില്ല, മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്നതിനാൽ ദേശത്തു നിന്ന്
കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയും ആക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആദ്യത്തെ വാചകം എന്താണ്? ഞങ്ങൾ വരികയില്ല. അപ്പോൾ കോരവും കൂട്ടുകാരും മോശയോട് പറയുന്നതായ വാക്കാണത്. 12-ാമത്തെ വാക്യത്തിൽ ഇവരെ വിളിപ്പാനായിട്ട് ആളയച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മോശയപ്പോൾ വിളിക്കാൻ ആളെ അയച്ചിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ വരികയില്ല. അപ്പോൾ എത്ര കഠിനമായ അനുസരണത്തിനുള്ള ധൈര്യമാണ് അവർ അവിടെ പുലർത്തിയതായി നാം കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഒരു പാഠമുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ സഭാജീവിതത്തിലൊരു അനുസരണത്തിൻ്റെ പ്രബോധനമുണ്ട്. അത് പത്രോസിൻ്റെ ലേഖനത്തിലും ആ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി വരും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലും അത് ആത്മീക നേതൃത്വത്തെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത, പ്രാധാന്യം ദൈവാത്മാവ് എടുത്ത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം, ഈ പാപം വളരെ സാധാരണ നിലയിൽ വന്നു പോകാൻ സാധ്യതയുള്ളതായൊരു പാപമാണ്. പക്ഷെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അതിനെ കണ്ടു എന്ന് വരികയില്ല. അതുകൊണ്ടിപ്പോൾ ശമൂവേൽ അതിൻ്റെ ഗൗരവം 23-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. മത്സരം ആഭിചാരദോഷം പോലെ ഗുരുതരമായിട്ടുള്ള പാപമാണ് എന്നുള്ളത് നാം കാണുകയാണ്. ഞാൻ 2-ാമത്തെ വാക്കോട് ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ. ഷാഢ്യം എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഷാഢ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണ്. അപ്പോൾ ഷാഢ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ മൈൽഡായിട്ട് കാണുന്നതായ പാപമാണ്. കുട്ടികളിലൊക്കെ നമ്മൾ സാധാരണ അത് കാണാറുണ്ട്. പ്രായമായവരിലും പലപ്പോഴും കാണാൻ സാധ്യതയുള്ളൊരു പാപമായിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിലാണത് അധികം ഉണ്ടാകാനുള്ളതായ സാധ്യത. സഭയിലും ഉണ്ടാകാം. സഭയിലുണ്ടാകാമെന്നുള്ളതിനൊരു തെളിവ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ഉണ്ട്. അത് വായിക്കണമെന്നില്ല. 2-ന്റെ 3-ാമത്തെ വാക്യം, ഷാഢ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. അപ്പോൾ സഭയിൽ ചെയ്യുന്നതായ ഒരു കാര്യവും ഏതിൽ പ്രചോദനമാകാൻ പാടില്ല. ഷാഢ്യത്തിലും ദുരഭിമാനത്തിലും പ്രചോദനമാകാനായിട്ട് പാടില്ല. ഷാഢ്യത്തിലും ദുരഭിമാനത്തിലൊക്കെ തുടങ്ങുന്നതായ കാര്യങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പക്ഷെ ആർക്ക് മനസ്സിലാകും? ദൈവത്തിന് മനസ്സിലാകും. സഭകളുടെ ക്രിസ്തുവിന് മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ആളിലൊക്കെ വിശദമായിട്ട് ഓർത്തതുപോലെ നമ്മുടെ കർത്താവ് ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞ് അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കൊന്ന് വിശദീകരിക്കാം എന്ന് വിചാരിക്കുന്നത്. ഷാഢ്യത്തിൻ്റെ ഗൗരവം ദൈവാത്മാവ് ഇവിടെ എടുത്തു പറയുകയാണ്. ഈ മിഥ്യാപൂജയും വിഗ്രഹാരാധനയും ഒക്കെ എത്രയോ ഗൗരവതരമായ പാപമായിട്ടാണ് നാം കാണാനിടയായിട്ട് തീരുന്നത്. അപ്പോൾ ഈ വചനം വെച്ച് സ്വർഗത്തിലെ ദൈവവും ഇതിനെ ഇത്ര ഗൗരവമായിട്ട് കാണാനിടയായിട്ട് തീരും എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രാജാവായ ശൗൽ നൽകുന്ന ശക്തമായൊരു മുന്നറിയിപ്പ് മഹാനിയോഗത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മഹാനിയോഗത്തോടുള്ള അനുസരണത്തിലും മത്സരവും ഷാഢ്യവും അനേകരെ വഴിതെറ്റിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. സ്വയബുദ്ധി കലർത്താതെയുള്ള കൃത്യമായ അനുസരണമാണ് നിയോഗം തന്നവൻ ആഗ്രഹിക്കുന്നത്.
ശൗല് ഈ നിയോഗം അനുസരിക്കാതിരുന്നതിൻ്റെ കാതലായ കാരണം ശൗൽ അതിനകത്ത് സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ചു. ഇത്രയും മേത്തരമായ മൃഗങ്ങളെയെല്ലാം വെറുതെ കൊന്നുകളയാതെ ഇതിനെ യഹോവയ്ക്ക് യാഗം കഴിക്കാം എന്ന് വിചാരിച്ചു എന്നാണ് നാം കാണുന്നത്. മഹാനിയോഗത്തിൽ പ്രധാനപ്പെട്ട സ്നാനമൊക്കെ അനുസരിക്കാതിരിക്കത്തക്കവണ്ണം എന്തോരം ആളുകളാണ് ആത്മീകമെന്ന് തോന്നുന്നതായ ചില ന്യായങ്ങൾ പറയാറുള്ളത്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതായ ന്യായം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിക്കാനിടയായി തീർന്നു. സ്നാനപ്പെട്ട് പോയാൽ പിന്നെ ഈ വലിയ കൂട്ടത്തോടുള്ള എല്ലാ ബന്ധവും പോകും. അതുകൊണ്ട് സ്നാനപ്പെടാതിരിക്കുകയാണെങ്കിൽ ഇവരോട് കൂടെ നിന്ന് ഇവരെ ആത്മീകമായി സഹായിക്കാമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്നിട്ട് ആളുകളെ സഹായിക്കാം എന്ന് വിചാരിക്കുന്നത് എത്രയോ മൗഢ്യമായിട്ടുള്ള കാര്യമായിരിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ കൽപ്പന കൃത്യമായി അനുസരിച്ച ആളുകൾ എത്രയോ ആളുകൾക്ക്, എത്രയോ കുടുംബങ്ങൾക്ക് അനുസരണത്തിൻ്റെ പാതയിൽ മുൻപോട്ട് വരത്തക്കവണ്ണം പ്രചോദനമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലും ശൗലിൻ്റെ അനുസരണക്കേടിൻ്റെ ഗൗരവം ഇവിടെയും ചേർത്ത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു മറുവശം കൂടി ഞാനൊന്ന് ചേർത്ത് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. മഹാനിയോഗത്തുള്ള അനുസരണത്തിൻ്റെ വഴിയിൽ വളരെ കൃത്യമായി അനുസരണം സൂക്ഷിച്ചിട്ടുള്ള നല്ല മാതൃകാ പുരുഷന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നറിയിപ്പായിട്ട് ഞാൻ ശൗൽ രാജാവിൻ്റെ കാര്യം പറഞ്ഞു. മനോഹരമായൊരു മാതൃകയായിട്ട് പുതിയ നിയമത്തിലെ ശൗലിൻ്റെ കാര്യം ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മാതൃകയായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മിക്കവാറും അധികം ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. നമുക്കറിയാം, കർത്താവ് കൊടുത്ത മഹാനിയോഗത്തോട് എത്രയോ കൃത്യമായ അനുസരണമാണ് ശൗൽ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ പ്രവൃത്തികളുടെ 26-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം പല സാഹചര്യങ്ങളിലും ഉദ്ധരിക്കാറുണ്ട്. എന്നെ ആ വാക്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്പർശിച്ചൊരു വാക്യമായതുകൊണ്ട് ഞാൻ ആ വാക്യം പറയാൻ സൗകര്യമുള്ളപ്പോഴൊക്കെ പറയാറുമുണ്ട്. പക്ഷേ ആ വാക്യത്തിൽ പൗലോസ് അവകാശപ്പെടുന്ന അനുസരണം മഹാനിയോഗത്തോട് ബന്ധപ്പെട്ടതാണ്. അത് ഞാൻ ഇന്നലെ രാത്രിയിൽ വചനം നോക്കുമ്പോഴാണ് ആ കാര്യം ചേർത്ത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തിനും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അപ്പോൾ അവിടെ പൗലോസ പറയുന്ന വാക്കുകൾ സ്വർഗീയ ദർശനത്തോടെ അനുസരണക്കേട് കാണിക്കാതെ എന്നുള്ളത് ഏത് കൽപ്പനയോടുള്ള ബന്ധത്തിലും നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ കേട്ടോ. കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളോട് ഏറ്റവും കൃത്യമായ അനുസരണം നമുക്ക് എല്ലാ തലത്തിലും സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. പക്ഷേ ഇവിടെ പൗലോസ് ഏത് വിഷയത്തിലാണ് അത് പറയുന്നതെന്നുള്ളത് 20-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഈ പ്രസംഗിച്ചു എന്നുള്ളത് എന്തിൻ്റെ അനുസരണമാണ്? മഹാനിയോഗത്തിൻ്റെ അനുസരണമാണ്.
അപ്പോൾ ഈ 19-ാമത്തെ വാക്യത്തിൽ സ്വർഗീയ ദർശനത്തോട് താൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞത് കർത്താവ് നൽകിയ മഹാനിയോഗത്തോട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കുറിക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞു പോകാം എന്ന് കരുതുന്നു. മഹാനിയോഗ നിർവഹണത്തിൽ പൗലോസിൻ്റെ അനുസരണമാണ് ഇവിടെ സാക്ഷിക്കുന്നത്. അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ ഇത് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ താനവിടെ വിസ്തരിക്കപ്പെടുന്നത് ഈ വിഷയത്തിലാണ് അല്ലേ? പൗലോസ് പ്രസംഗിച്ചു, അതാണ് പൗലോസിൻ്റെ പേരിലുള്ളതായ കുറ്റം. വേറെ ഒരു ദോഷവും ചെയ്തിട്ടല്ല, ഈ പ്രസംഗം നടത്തി എന്നുള്ളതാണ് പൗലോസിൻ്റെ പേരിലുള്ളതായ കുറ്റം. അപ്പോൾ അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിന്ന് പൗലോസ് പറയുന്ന വാക്കുകളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രവൃത്തി 4:19 പറഞ്ഞ വാക്കിനോട് വളരെ ബന്ധമുണ്ട്. അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തോടുള്ള അനുസരണത്തിന് വേണ്ടിയാണ് ഈ പ്രസംഗമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ദൈവത്തേക്കാളധികം നിങ്ങളെ അനുസരിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ, മനുഷ്യരെ അനുസരിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. അപ്പോൾ ഈ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പൗലോസ് പറയുന്നതായ കാര്യം, ഇത് എനിക്ക് കിട്ടിയതായ വലിയ നിയോഗമാണ്. ആ വാക്കവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, വിശദീകരണത്തിൽ അത് മുഴുവനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പ്രസംഗിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ ദൈവദാസൻ എന്ത് ധൈര്യത്തോടു കൂടിയാണ് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ അനുസരണത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അത് ഈ വാക്കുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവ് നിന്നുള്ള ഈ വലിയ നിയോഗം, അതിനോടുള്ളതായ കൃത്യമായ അനുസരണം, ലജ്ജ കൂടാതെയുള്ള അനുസരണം. പൗലോസ് വേറെ സ്ഥലത്ത് പറയണ്ടല്ലോ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സാക്ഷ്യത്തോടുള്ള കൃത്യമായ വിശ്വസ്തതയാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട് ഞാൻ ഈ ഭേദഭാവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മഹാനിയോഗ നിർവഹണത്തിൽ പൗലോസിന് കൃത്യമായ സ്വർഗീയ ദർശനം തൻ്റെ യജമാനൻ നൽകിയിരുന്നു. ഈ മഹാനിയോഗം കൊടുക്കുമ്പോൾ പൗലോസ് കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. ബാക്കി അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ നിയോഗം ഏറ്റവും ശുഷ്കാന്തിയോടെ നിർവഹിച്ച പൗലോസ് കർത്താവ് ഈ മഹാനിയോഗം ആദ്യം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പൗലോസിന് പിന്നെ കർത്താവ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. നമുക്കറിയാം, കർത്തൃമേശയുടെ വെളിപ്പാട് പൗലോസ് എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്നാൽ. ശിഷ്യന്മാർ ഒരുമിച്ച് അത് പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ പൗലോസിന് ഇതിൻ്റെ ഉപദേശമൊക്കെ എഴുതാനായിട്ട് ദൈവം പ്രത്യേകിച്ച് വേറിട്ടൊരു വെളിപ്പെടുത്തൽ നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടായിരിക്കാം പൗലോസിന് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ കൊടുക്കാനുള്ളതായ കാരണം? നേരത്തെ നമ്മൾ ഭാഗികമായിട്ട് ഇത് ചിന്തിച്ചിട്ടുണ്ട്. പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ, വെളിപ്പാടുകളുടെ ആധിക്യത്തെ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിക്കാൻ. അപ്പോൾ പൗലോസിന് ധാരാളം വെളിപ്പാടുകൾ വേറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. തന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അനുസരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അനുസരിക്കുന്നവരോടാണ് കർത്താവ് അധികം കാര്യങ്ങൾ പറയുന്നത്. നമ്മളും അങ്ങനെയാണ് പറയുന്നത്. തീരെ അനുസരണയില്ലാത്ത ആളുകളോട് ആദ്യമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പറയും, പിന്നെ നമ്മളങ്ങ് പറയാൻ ഇഷ്ടപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കർത്താവ് നൽകുന്ന ഉത്തരവാദിത്വങ്ങളോട് വിശ്വസ്തത സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നാം അത് കൃത്യമായി അനുസരിക്കുന്നവരാണെങ്കിൽ, നമ്മെ കൂടുതൽ കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കും.
അനുസരണക്കേട് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നവരെയും ക്ഷീണിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യം, പൗലോസ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതിനോട് അനുസരണക്കേട് കാണിക്കാതെ കൃത്യമായിട്ടും അനുസരിച്ചു എന്നുള്ളത് കൊണ്ട് പൗലോസിനെ എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ കർത്താവ് ഏൽപ്പിച്ചു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ 2 വാക്കുകൾ എന്നെ വളരെ ഈ പകൽ ചിന്തിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പൗലോസ് ഈ മഹാനിയോഗം അനുസരിച്ച കാര്യം പറയുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ആദ്യം ദമസ്കോസിലും പിന്നെ ജാതികളോടും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ആദ്യം ദമസ്കോസിലും പിന്നെ യെരുശലേമിൽ യഹൂദദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും. അപ്പോൾ ആ 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നന്നായി ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങളിൽ ഒരു പ്രയോറിറ്റി നമ്മൾ വിലയിരുത്തണം. എന്ന് പറഞ്ഞാൽ ആദ്യം ഏത് ചെയ്യണം എന്നുള്ളത് നമ്മൾ വിലയിരുത്തി, ആ വിലയിരുത്തൽ ശരിയായാൽ നമുക്ക് വളരെ കൃത്യമായി അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ ആദ്യം ദമസ്കോസിൽ പൗലോസ് സാക്ഷ്യം വഹിച്ചതിൻ്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അവിടെ വെച്ചാണ് പൗലോസ് പിടിക്കപ്പെട്ടത്. ഈ മഹാനിയോഗം കൊടുക്കുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം, അതാണ് കർത്താവ് മഹാനിയോഗം കൊടുക്കുമ്പോൾ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തതായ ആ ലിസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ദമസ്കോസിൽ തന്നെ താൻ തൻ്റെ ദൗത്യം തുടങ്ങുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെയാണ് താൻ ദൈവപുത്രനെ കണ്ടെത്തിയത്. അവിടെയാണ് താൻ വലിയ നിയോഗം പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ തന്നെ അത് ആരംഭിക്കാം എന്ന് ആ ദൈവദാസൻ തീരുമാനിച്ചു. ദൈവദാസൻ തീരുമാനിച്ചതായിരിക്കില്ല, ആദ്യം ഇവിടെ തുടങ്ങിക്കൊള്ളാൻ കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞതായ ആ വാക്കുകളോട് എത്രയോ കൃത്യമായിട്ടുള്ള അനുസരണമാണ് മുൻഗണനയിൽ പൗലോസ് നിർവഹിച്ചത് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മുൻഗണനയുടെ സന്ദേശം ഗിരിപ്രഭാഷണത്തിലും കർത്താവ് പറയുന്നുണ്ടല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ കൽപ്പനകൾക്കും മുൻഗണന നൽകി അനുസരിക്കാനായിട്ട് സാധിക്കട്ടെ. നാലാമത് ഒരു കാര്യം കൂടി ഞാൻ അവിടുന്ന് എടുത്ത് പറയുകയാണ്. അവിടെ അറിയിക്കുന്ന സന്ദേശത്തിൻ്റെ സംക്ഷിപ്തവും ഈ രാജാവിൻ്റെ മുമ്പിൽ പൗലോസ് പറയുന്നുണ്ട്. ഈ രാജാവ് ഒരു പുറജാതിക്കാരനാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഈ സന്ദേശത്തിൻ്റെ സാരാംശം അവിടെ പറയുകയാണ്. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു എന്ന് എന്തുകൊണ്ടാണ് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ പൗലോസ് പറഞ്ഞത്? അതിനകത്ത് സുവിശേഷമുണ്ട് ഇല്ലേ? ആ ഒരൊറ്റ വാചകത്തിൽ മാനസാന്തരത്തിനുള്ളതായ ദൂതുണ്ട്. അപ്പോൾ അവിടെ താൻ അറിയിക്കുന്ന സന്ദേശത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം ആർക്കും വേണ്ടിയതാണ്? അഗ്രിപ്പാവിനും വേണ്ടിയതാണ്. അപ്പോൾ അഗ്രിപ്പാവ് മാനസാന്തരപ്പെട്ടാൽ, ഈ വഴിയിലേക്ക് വന്നാൽ സുവിശേഷത്തിൻ്റെ അനുഗ്രഹം അഗ്രിപ്പാവിനും അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് പൗലോസിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം ആദ്യം അനന്യാസിനോട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞായിരുന്നു, എൻ്റെ നാമം ജാതികളുടെയും രാജാക്കന്മാരുടെയൊക്കെ മുമ്പിൽ വഹിപ്പാനായിട്ട് ഞാൻ അവനെ ഒരു പാത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ
രാജാക്കന്മാരുടെ മുമ്പിൽ വഹിപ്പാനൊരു പാത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് എന്ത് ധൈര്യത്തോടു കൂടിയാണ് ഈ നാമത്തെ അവിടെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ സാധാരണ സംഭാഷണത്തിൽ പോലും നമുക്ക് സുവിശേഷത്തിൻ്റെ കാതലായ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു മാതൃകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ സാധാരണ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മെ സ്നേഹിച്ച കർത്താവിനെക്കുറിച്ചും നാം അനുഭവിച്ച രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഈ സാക്ഷ്യം നിർവഹിക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് ഇവിടെ നിർവഹിക്കുന്നതായ ആ സാക്ഷ്യത്തിലുള്ള വിശ്വസ്തത എത്രയോ മനോഹരമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ സന്ദേശത്തിൻ്റെ ഏറ്റവും കാതലായൊരു സത്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. മാനസാന്തരപ്പെടുന്നവർ ദൈവത്തിങ്കലേക്ക് തിരികെയാണ്. അപ്പോൾ അഗ്രിപ്പാവിനോട് പറയുക, അഗ്രിപ്പാവേ, അങ്ങ് മാനസാന്തരപ്പെട്ടാൽ അങ്ങേക്കും ദൈവത്തിങ്കലേക്ക് തിരിയാനായിട്ട് സാധിക്കും. ഈ വാക്കുകൾ പൗലോസ് അവിടെ പറയുമ്പോൾ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ തൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പൗലോസ് ഈ ന്യായപ്രമാണത്തിലൊക്കെ വളരെ അവഗാഹം നേടിയിട്ടുള്ളതായൊരു വ്യക്തിയാണ്. നമ്മളതിൻ്റെ വിശദീകരണം വായത്തിലേക്ക് പോകുന്നില്ല, എങ്കിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളുടെ സംക്ഷിപ്തമാണ് അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ പൗലോസ് വെളിപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നത്. വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അപ്പോൾ അവിടെ ഈ വാക്കുകൾ പ്രവാചകൻ ഇസ്രയേൽ ജനത്തോട് പറയുന്നതാണ്. ഈ സന്ദേശം ഏത് കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തിന് അത്യാവശ്യമായ സന്ദേശമാണ്. 12-ാമത്തെ വാക്യത്തിൽ എങ്കലേക്ക് തിരിവിൻ. ഞങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ കോട്ടയം മീറ്റിങ്ങിൽ 10-ാം അധ്യായത്തിലെ ചില വാക്കുകളാണ് ചിന്തിച്ചത്. അപ്പോൾ അവരുടെ ഇസ്രായേൽ മക്കളുടെ പാപം പറയുന്നത് അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവത്തെ ഉപേക്ഷിച്ച് പിന്നെ അവർ അന്യദൈവങ്ങളിലേക്ക് പോകാനിടയായിട്ട് തീർന്നു. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തോട് ഇപ്പോൾ പ്രവാചകൻ പറയുന്നത് എങ്കലേക്ക് തിരിവേൻ. ഇന്ന് രാത്രിയിൽ ഈ വാക്കുകൾ നമ്മളുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരിക്കട്ടെ. എന്താ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്നുള്ള യെശയ്യാപ്രവാചകൻ പറയുന്നുണ്ട്. നമ്മുടെ പാപങ്ങളാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാനും ദൈവത്തിങ്കലേക്ക് തിരിയുവാനും സാധിക്കണം. 13-ാം വാക്യത്തിൽ നമുക്ക് നല്ല പരിചയമുള്ളതാണ്, എങ്കിലും അസാധാരണമായൊരു പ്രയോഗമുണ്ട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. യഹൂദന്മാരുടെ ഇടയിൽ ഈ വസ്ത്രം കീറുന്നത് ഒരു കാര്യത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ആഴമേറിയ പാപബോധം ഒരാൾക്കുണ്ടായാൽ ആ ആൾ വസ്ത്രം കീറുന്നതും രട്ടുടുത്ത് ദൈവസന്നിധിയിരിക്കുന്നതുമൊക്കെ ഒരു പരിചയമായിരുന്നു. ഒരാളൊരു ഗുരുതരമായ പാപം ചെയ്തു എന്ന് കണ്ടാലും വസ്ത്രം കീറി അതിനുള്ളതായ ആ പാപത്തിൻ്റെ ഗൗരവം സാധാരണ വെളിപ്പെടുത്താറുണ്ട്. നമ്മുടെ കർത്താവിനെ വിസ്തരിക്കുമ്പോഴും മഹാപുരോഹിതൻ എന്ത് ചെയ്തു? വസ്ത്രം കീറിയതാണ്. കാരണം ദൈവദൂഷണം പറയുന്നെന്ന് പറഞ്ഞാണ് അങ്ങനെ പ്രതികരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്.
അപ്പോൾ തുടങ്ങിയപ്പോഴൊക്കെ നല്ല നിലയിലായിരിക്കും തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആത്മീക അന്തസത്ത നഷ്ടപ്പെട്ട് അക്ഷരാർത്ഥത്തിലുള്ള വസ്ത്രം കീറലായിട്ട് അത് മാറി എന്ന് നാം കാണുക. അതുകൊണ്ട് ഇപ്പോൾ പ്രവാചകൻ പറയുന്നത് വസ്ത്രങ്ങളെയല്ല കീറേണ്ടത്, പിന്നെ ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനുള്ളതായ ബന്ധവും അടുപ്പവും സജീവമല്ലെങ്കിൽ ഇന്ന് രാത്രി എങ്കിലേക്ക് തിരിവിൻ എന്നുള്ള സന്ദേശം നമുക്കുള്ള സന്ദേശമായിരിക്കട്ടെ. ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അഗ്രിപ്പാവിനെയും ദൈവത്തെങ്കിലേക്ക് തിരിക്കേണ്ടതിനു വേണ്ടി പൗലോസ് ഈ വാക്കുകൾ ഓർപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കർത്താവ് കൊടുത്ത മഹാനിയോഗ നിർവഹണം എത്ര ഭംഗിയായിട്ടാണ് പൗലോസ് നിവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വിശദീകരണം കൂടാതെ പരിചയമുള്ളൊരു കാര്യം ഞാൻ ചേർത്ത് പറഞ്ഞ് ഈ പാഠം ഇന്ന് അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ ഇടയ്ക്കിടയ്ക്ക് പൗലോസിനോട് കർത്താവ് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കാം, പ്രവൃത്തിയുടെ ദിവസം 16-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. നമ്മൾ പലപ്പോഴും ഈ വേദഭാഗം ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 6-ാമത്തെ വാക്യത്തിൽ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. നേരത്തെ നമ്മൾ ഓർത്തിട്ടുണ്ടത്. 7-ാമത്തെ വാക്യത്തിൽ ബിദുന്യയ്ക്ക് പോകാൻ യേശുവിൻ്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല എന്ന് നാം അവിടെ കാണുന്നുണ്ട്. പിന്നെ 10-ാമത്തെ വാക്യത്തിലാണ് മക്കദോന്യയിൽ നിന്നുള്ള ഒരു വിളി തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുന്നത്. അങ്ങനെ മക്കദോന്യയിൽ നിന്നുള്ളൊരു വിളി കിട്ടി. മാസിഡോണിയൻ കോൾ എന്നതിനെക്കുറിച്ച് വചനം പഠിക്കുന്ന ആളുകൾ പറയാറുണ്ട്. അങ്ങനെയാണ് പൗലോസ് സഹപ്രവർത്തകരും അങ്ങോട്ട് സുവിശേഷവുമായി പോകാൻ ഇടയായിട്ട് തീർന്നത്. ആദ്യം രൂപപ്പെട്ട സഭ ഏതാണെന്ന് നമുക്കറിയാമല്ലോ. ഫിലിപ്പിയിലെ സഭയാണ്. ആ വിളി കേട്ട് പോയി ആദ്യം രൂപപ്പെട്ടത്. ഫിലിപ്പി സഭയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സഭയാണ്. അപ്പോൾ ഈ ദൈവദാസനെ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ എത്രയോ കൃത്യമായിട്ടാണ് തൻ്റെ യജമാനൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ, അവിടെ പ്രവർത്തിക്കാനങ്ങ് തുടങ്ങുമ്പോൾ വേണ്ട, അവിടെ പ്രസംഗിക്കേണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് പ്രസംഗിക്കാനുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഇങ്ങനെ ഉപസംഹരിക്കട്ടെ. മഹാനിയോഗം കൃത്യമായി അനുസരിക്കണമെന്ന് ഒരാൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, കർത്താവ് തൻ്റെ സമ്പൂർണ്ണ ഹിതത്തിൻ്റെ വഴിയിൽ ആ വ്യക്തിയെ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവ്, നമ്മുടെ യജമാനൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഈ പാഠം അവസാനിപ്പിക്കട്ടെ. ഈ മഹാനിയോഗ നിർവഹണം എങ്ങനെയെങ്കിലുമല്ല എൻ്റെ യജമാനന് തൃപ്തികരമായ നിലയിൽ ഏറ്റവും കൃത്യമായി നിർവഹിക്കണമെന്നുള്ളതായ ആഴമേറിയ സമർപ്പണം ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ സമർപ്പണത്തോടു കൂടി കർത്താവേ, അങ്ങയുടെ ആലോചന പോലെ എന്നെ നടത്തണം, ഞങ്ങളെ നടത്തണം എന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് അയക്കുന്നിടത്ത് പോകുവാനും കർത്താവ് നമ്മെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിൻ്റെ ഈ മഹാനിയോഗം നമ്മൾ നിർവഹിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ യജമാനൻ്റെ ഇഷ്ടം മനസ്സിലാക്കി കൃത്യമായിട്ടും അത് നിവർത്തിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. എല്ലാ കൽപ്പനകളും ഇങ്ങനെ അനുസരിക്കാം. പ്രത്യേകിച്ച് മഹാനിയോഗത്തോടെ അനുസരണം ഏറ്റവും കൃത്യമായിട്ടുള്ള
നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.